Welcome to Semester 3, Complementary Electronics. And today we see class number E39, Power Rectangle of Amplifiers. Power Rectangle of Amplifier, today's topic. Complementary Electronics, Semester 3 for BSc Main Physics. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിലെ സെമിസ്റ്റർ 3 പവർ റെക്റ്റാങ്കിൾ, ഇലക്ട്രോണിക്സിലെ പവർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പവർ റെക്റ്റാങ്കിൾ ഓഫ് ആംപ്ലിഫയർ. എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ട് ഒരു ആംപ്ലിഫയറിൻ്റെ പവർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്ന് പഠിക്കുക. അപ്പോൾ ഈ ഡയഗ്രാം ആദ്യമായിട്ട് ഒന്ന് വരച്ച് നോക്കണം. അതിനകത്തൊരു 3-4 റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ റെക്റ്റാങ്കിൾ നമ്മൾ നമ്പറിട്ട് കാണിച്ചിട്ട് നോക്കാം. നമ്പറിട്ട് അതിൻ്റെ കോർണേഴ്സിൽ നമ്പറിട്ട് കൊടുത്തിട്ടുണ്ട്. പവർ റെക്റ്റാങ്കിൾ നമ്മൾ ആ റൈറ്റ് സൈഡിൽ മേപ്പോട്ടുള്ള ആ ചരിഞ്ഞ് കിടക്കുന്ന കർവ് ഇൻപുട്ട് പവറിൻ്റെ ഒരു ഡയഗ്രാണ്. ഒരു സൈൻ വേവ്. ആ സൈൻ വേവ് വന്നിട്ട് ഈ എ ബി എന്ന് പറയുന്ന ലോഡ് ലൈൻ മീറ്റ് ചെയ്യുകയാണ്. വ്യത്യസ്തമായ പോയിന്റിൽ അവിടെ Q1, Q2, Q3 എന്ന് പറയുന്ന പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ Q3ക്ക് നേരെ ICQ ആണ് കറണ്ട്, VCQ ആണ് അതിൻ്റെ വോൾട്ടേജ്. ഓപ്പറേറ്റിംഗ് പോയിൻറ്റിലെ വോൾട്ടേജാണ് Q3യിലുള്ളത്. പിന്നെ Y ആക്സിൽ IC മാക്സ് ഉണ്ട്, താഴെ IC മിനിമം ഉണ്ട്. അതുപോലെ X ആക്സിൽ ആ Q3ക്ക് താഴെ നമ്മൾ VCQ എന്ന് എഴുതിയാൽ ഇപ്പോഴത്തെ VC മാക്സിമം, ലെഫ്റ്റ് സൈഡിൽ VC മിനിമം അങ്ങനെ എഴുതിയിട്ടുണ്ട്. Y ആക്സിൽ നമ്മൾ IC എടുക്കും, X ആക്സിൽ VC എടുക്കും. ഇതൊരു VC-IC കർവാണ്. VCE IC കർവാണ് വരച്ചിരിക്കുന്നത്. ആ 3 ലൈൻ വരച്ചിട്ട് നമ്മൾ ഒരു ഇൻപുട്ട് പവർ സൈൻ വേവ് കാണിച്ചിട്ടുണ്ട്. അവ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് Q1, Q2, Q3. വി ഹാവ് മാർക്ക്ഡ് ആൻ ഇൻപുട്ട് വേവ് ഫോം. ദേ മീറ്റ് അറ്റ് Q1, Q3, Q2 ഓൺ ദി AC load line. And the operating point, the current ICQ corresponding to Q3, VCQ corresponding to Q3 are marked. There is VCE maximum, VCE minimum, ICE maximum, ICE maximum and IC minimum. And here we have marked points 1, 2, 3, 4, 5, 6 and 7. 6ൻ്റെ 1, 2, 3, 4, 5, 6ൻ്റെ മുകളിലാണ് 7 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. റെക്റ്റാങ്കിൾസ് ഉണ്ട്. റെക്റ്റാങ്കിൾസ് 1, 4, 6 പിന്നെ അങ്ങനെയൊക്കെ വായിക്കാം നമുക്ക്. അപ്പോൾ ഏതൊക്കെ റെക്റ്റാങ്കിളാണെന്ന് നമുക്ക് തുടർന്നുള്ള കേസിൽ പറയാം. ഒരു ട്രയാങ്കിളുണ്ട്, പവർ ട്രയാങ്കിൾ. So here power handled by a transistor amplifier can be represented graphically using a rectangle, and the rectangle is called the power rectangle. The power handled by a transistor amplifier can be represented graphically using a rectangle, and the rectangle is called the power rectangle. അതായത് ഒരു ആംപ്ലിഫയർ കൈകാര്യം ചെയ്യുന്ന പവറുകളെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് കാണിക്കാം, ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് കാണിക്കാം. അത്തരം റെക്റ്റാങ്കിളിനെ വിളിക്കുന്ന പേരാണ്, ദീർഘചതുരത്തെ വിളിക്കുന്ന പേരാണ് പവർ റെക്റ്റാങ്കിൾ. ഇൻ ദ ഫിഗർ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് DC ലോഡ് ലൈൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ക്ലാസ് എ ആംപ്ലിഫയർ എലോങ് വിത്ത് ദ പവർ റെക്റ്റാങ്കിൾസ് ആർ ഷോൺ. ഒരു ക്ലാസ് എ ഓപ്പറേഷനിലുള്ള ആംപ്ലിഫയറിൻ്റെ പവർ റെക്റ്റാങ്കിളാണ് നമ്മൾ വരച്ചിരിക്കുന്നത് DC ലൈനിൻ്റെ കൂടെ. കൺസിഡർ ദ ഫോളോയിങ് റെക്റ്റാങ്കിൾ. ഇനി പറയുന്ന റെക്റ്റാങ്കിൾ നിങ്ങൾ പരിഗണിക്കുക. അപ്പോൾ പടത്തിൽ പോയി നോക്കിക്കൊള്ളണം. ഞാൻ പടത്തിലുള്ള നമ്പർ മാത്രമാണ് വായിക്കുന്നത്, തിരിച്ച് ചിത്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ നോക്കുക. റെക്റ്റാങ്കിൾ, ആദ്യത്തെ റെക്റ്റാങ്കിൾ 0, 1, 4, 5 എന്ന് നോക്കിയാൽ ഒരു റെക്റ്റാങ്കിൾ കാണാം. 0, 1, 4, 5 കൂടി ചേർത്ത് നോക്കിയാൽ മതി, ഒരു റെക്റ്റാങ്കിൾ കാണാം. ദിസ് റെപ്രസെൻറ്റ്സ് ദി ടോട്ടൽ ആവറേജ് ഇൻപുട്ട് പവർ, ദാറ്റ് ഈസ് P in DC കാണിക്കും. അത് VC-ICQ ആണ്. VCC ഇൻറ്റു ICQ ആണ്. അത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ
0145 കാണിക്കും. 0145 ചിത്രത്തിൽ നോക്കണം നിങ്ങൾ. റെക്റ്റാങ്കിളായിട്ട് നോക്കണം. അടുത്ത നമ്പർ 2 റെക്റ്റാങ്കിൾ 3, 4, 5, 6 എന്ന് പറയുന്ന ആ കോർണേഴ്സ് കൊണ്ട് സൂചിപ്പിക്കുന്ന റെക്റ്റാങ്കിൾ. ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ഈസ് ഗിവൺ ബൈ VCC minus VCQ into ICQ. Voltage into current is power, you remember. VCC minus VCQ into ICQ. This rectangle represents the power lost as heat in the load resistor. Load resistor നഷ്ടപ്പെടുന്ന ഹീറ്റാണ് ഈ റെക്റ്റാങ്കിൾ കാണിക്കുന്നത്. Load resistor RC, that is PRC DC is equal to VCC minus VCQ into ICQ. That is area of rectangle 3, 4, 5, 6. അത് നോക്കിയെടുക്കണം ചിത്രത്തിൽ. അടുത്ത കേസായിട്ട് വരുന്നത് റെക്റ്റാങ്കിൾ 0136 ആണ്. മറ്റൊരു റെക്റ്റാങ്കിൾ 0136. ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ്സ് പവർ ഡെലിവേർഡ് ടു ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന പവറിനെയാണ് ഇത് കാണിക്കുന്നത്. ദാറ്റ് ഈസ് പി ട്രാൻസിസ്റ്ററാണ്. പി ട്രാൻസിസ്റ്റർ. PTR DC ആണ്. PTR DC, ദാറ്റ് ഈസ് VCQ ICQ ആണ്. ട്രാൻസിസ്റ്റർ എന്നായിരിക്കുന്നത്. അടുത്ത പവർ റെക്റ്റാങ്കിൾ 2 പവർ ട്രയാങ്കിളാണ്. ദാറ്റ് നമ്മൾ കുറച്ച് തെളിച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആ തെളിമയോടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ. പവർ ട്രയാങ്കിൾ 237. ഏരിയ ഓഫ് ട്രയാങ്കിൾ 237. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 237 ഈസ് ഈക്വൽ half VCQ minus VC minimum into ICQ minus IC minimum. VCEQ minus VCE minimum. VCE minimum എന്ന് വേണം. VCE minimum into ബ്രാക്കറ്റിനകത്ത് ICQ മൈനസ് IC minimum. അതാണ് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ. പിന്നെ വരുന്ന ടേം നമുക്ക് നോക്കാം. This represents the power across RC. ഇനി അടുത്തത് POAC എന്ന് പറയുന്ന പവർ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ 237 ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ 237 ആ POAC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ 237. It can be also proved that നമുക്ക് തെളിയിക്കാൻ പറ്റും. It can be also proved that total AC power output from the Class A amplifier is given by total output power. Class A amplifier is given by VC max minus VC minimum all by 2√2 into IC max minus IC minimum all by 2√2. 2√2 into 2√2 8 എന്ന് കിട്ടും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ VCE max minus VC minimum, VCE minimum into IC max minus IC minimum all by 8. That is the total power POAC. Total AC power POAC. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലൈൻ പവർ റെക്റ്റാങ്കിൾ ഓഫ് എ ട്രാൻസിസ്റ്റർ ക്ലാസ് എ ആംപ്ലിഫയർ. എക്സ്പ്ലൈൻ ദ പവർ റെക്റ്റാങ്കിൾ ഓഫ് എ ട്രാൻസിസ്റ്റർ ക്ലാസ് എ ആംപ്ലിഫയർ. ഇനി പവർ എഫിഷ്യൻസി എന്നൊരു ടേമുണ്ട്. പവർ എഫിഷ്യൻസി ദി ആംപ്ലിഫയർ എഫിഷ്യൻസി ഈസ് overall efficiency of an amplifier circuit. The amplifier efficiency or overall efficiency, overall mottham efficiency of the amplifier circuit is given by eta overall. Efficiency നമ്മൾ സാധാരണ ഈറ്റ എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത്. ഈറ്റ overall is POAC by P in DC is equal to 25 VC max minus VC minimum by VCC. ഇതാണ് 25 into 8. That can be proved. ഇത് കളക്ടർ എഫിഷ്യൻസി. പിന്നെ വേറെ ടൈമുണ്ട് കളക്ടർ എഫിഷ്യൻസി ഈറ്റ കളക്ടർ is equal to POAC by PTDC. PTDC ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ TR. That is POAC by P transistor DC.
ടി മീൻസ് ടി ആർ ട്രാൻസിസ്റ്റർ. അതാണ് ഇറ്റ കളക്ടർ. ഇറ്റ ഓവറാളും ഉണ്ട്, ഇറ്റ കളക്ടറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി പവർ എഫിഷ്യൻസി ഓഫ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഡിഫൈൻ ദി പവർ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അപ്പോൾ രണ്ട് പവർ എഫിഷ്യൻസിയും പറയണം, ഇറ്റ ഓവറാൾ പറയണം, ഇറ്റ ട്രാൻസിസ്റ്ററും പറയണം. ഇനി അടുത്തത് ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത് 2N491 അതൊരു ട്രാൻസിസ്റ്റർ മേക്കാണ്. The 2N491 power transistor is used in a C amplifier meant for class A operation. ഒരു ക്ലാസ് എ ഓപ്പറേഷനുള്ള ഒരു ട്രാൻസിസ്റ്ററാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2N491 അതാണ് ഇവിടെ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇഫ് സീറോ സിഗ്നൽ എ സി കൊടുക്കാത്തപ്പോൾ, ഇഫ് സീറോ സിഗ്നൽ പവർ ഡിസിപ്പേഷൻ ഈസ് 10 വാട്ട് ആൻഡ് എ സി ഔട്ട്പുട്ട് പവർ ഈസ് 3.5 watt, find A collector efficiency, B power rating of the transistor. Collector efficiency കാണാം, power rating of the transistor കാണാം. ഒന്നിന് വായിക്കാം. A 2N491 power transistor is used in a C amplifier meant for class A operation if zero signal power dissipation is 10 watt and AC power output power is 3.5 watt. Find A collector efficiency, B power rating of the transistor. So first we calculate collector efficiency of transistor. That is PO AC by P transistor DC. PO AC is 3.5, P transistor DC is 10 watt. The first one is 3.5 watt, second one is 10 watt. Divide eta collector 3.5 by 10. That is 0.35, 35%. Or the next question, the power rating is 10 watt. The power rating is 10 watt because zero signal condition represents the waste condition for transistor. ഈ സിഗ്നൽ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് വേസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോഴാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നത്. സിഗ്നൽ കൊടുക്കാതിട്ടിരിക്കുമ്പോൾ ബയസിങ് വോൾട്ടേജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കുറേ പവർ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിനെ ട്രാൻസിസ്റ്ററിൻ്റെ വേസ്റ്റ് കണ്ടീഷനാണ്. പവർ റേറ്റിംഗ് ഇസ് 10 watt because zero signal condition represents the waste condition of the transistor. At this condition, all the DC power is dissipated by it. അപ്പോൾ ഈ വേസ്റ്റ് കണ്ടീഷനിൽ ഈ സീറോ സിഗ്നൽ കൊടുക്കാത്തപ്പോൾ എല്ലാ പവറും ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് അതിനകത്ത് വരുന്ന പവറല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഇവിടെ. For a class A amplifier shown in figure, VCQ is 10 watt and ICQ is 500 milliampere. If input current varies by plus or minus 250 milliampere, when the input signal is applied at the base. ഇപ്പോൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോഴാണ് കറണ്ട് ഇങ്ങനെ മാറുന്നത്. 250 പ്ലസ് 250 നിന്ന് മൈനസ് 250 മാറും. അവിടെ VCQ 10 വോൾട്ടാണ്, ICQ 500 milliampere. അത് ഓപ്പറേറ്റിംഗ് പോയിന്റുകളാണ്. Compute 1 the total power taken by the circuit. 2 DC power dissipated by the collector load. 3 the power developed across the AC load. 4 power delivered to the transistor. 5 DC power wasted in the transistor. DC power wasted in transistor. അപ്പോൾ 5 ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോൾ ആ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ പടമുണ്ട്. അപ്പോൾ ഒരു ഉത്തരം കൂടിയുണ്ട്. 6ാമത്തേത് ഓവറാൾ എഫിഷ്യൻസി. 7ാമത്തത്
ഉത്തരവിൽ കാണണം. ഓവർ എഫിഷ്യൻസി, കളക്ടർ എഫിഷ്യൻസി, ഇത്രയും വാല്യൂ കാണണം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോബ്ലമാണ്. എല്ലാ വാല്യൂ അതിനകത്ത് വരുന്നുണ്ട്. ഇതൊരു ആംപ്ലിഫയറിൻ്റെ ക്ലാസ് എ ഓപ്പറേഷനിൽ വരച്ചിരിക്കുകയാണ്. സാധാരണ ആംപ്ലിഫയർ. അവിടെ RLൻ്റെ വാല്യൂ, RCയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. RB തന്നിട്ടില്ല നമുക്ക്. ബാക്കി ഓപ്പറേറ്റിംഗ് പോയിന്റില്ല, ക്വസ്റ്റിനകത്തുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ആദ്യത്തത് DC power input. DC power input is P in DC, that is VCC into ICQ, that is 20 volt into 500, that is equal to 10 raised to 4 milliwatt. 10 watt ആണ് കിട്ടും, milliwatt-നെ watt ആക്കുമ്പോൾ 10 raised to 4-നെ. അടുത്ത PRC DC, that is ICQ square into RC. I squared R എന്നുള്ള ഇക്വേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ICQ square into RC, that is 0.5 milliampere ആംപിയർ ആക്കി. 0.5 square into 20, 500 milliampere, 500 milliampere we convert into ampere by dividing by 1000. 0.5 square into 20, that is 0.5 into 20, that is 5 watt. Then PODC is equal to IRMS square into RC. IRMS square into RC. IRMS is IM by root 2, that is 25. RMS 25, 250 mA. Correct? 250 mA by root 2. 250 mA is 0.25 by root 2. POS is IRMS square into RC 0.25 by root 2 square into 20, that is 0.065 by 2 into 20, that is 0.625 watt, that is POAC. AC വരുമ്പോഴാണ് RMS എടുക്കുന്നത്. DC ആകുമ്പോൾ ആവറേജ് എടുത്താൽ കറണ്ട്. ഇനി P ട്രാൻസിസ്റ്റർ DC is equal to P DC minus PRC DC 10 minus 5 watt. Number 5. Power wasted in collector circuit. P collector DC, that is P in DC minus P transistor DC. It is P transistor DC minus P transistor DC is equal to P in DC minus, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പവർ വേസ്റ്റഡ് ഇൻ കളക്ടർ. അപ്പോൾ PC DC ആണ്. അത് P ട്രാൻസിസ്റ്റർ P in DC മൈനസ് P ട്രാൻസിസ്റ്റർ DC. കളക്ടറിലെ പവർ നഷ്ടം വെച്ചാൽ PC DC. അത് P in DC മൈനസ് P ട്രാൻസിസ്റ്റർ DC മൈനസ് PODC. അതാണ് ഇക്വേഷൻ. അപ്പോൾ ട്രാൻസ്ഫർ DC യിലെയും ഔട്ട്പുട്ട് DC അത്രയും ഈ P in DC നിന്ന് കുറയ്ക്കണം. അപ്പോൾ 10 minus 5 minus 0.625 watt, 4.37 watt. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കണം കേട്ടോ. P കളക്ടർ DC is equal to P in DC മൊത്തം കൊടുക്കുന്നതിൽ നിന്ന് ട്രാൻസിസ്റ്ററിലെ DC പവർ നഷ്ടം, അതുപോലെ ഇതാണ് ഔട്ട്പുട്ട് പവറിലെ നഷ്ടം. അത് രണ്ടും കൂടി കുറക്കണം. അപ്പോൾ P കളക്ടർ DC is equal to P in DC minus P ട്രാൻസിസ്റ്റർ TRDC minus PODC. ആ DC കഴിയുന്ന ബ്രാക്കറ്റ് ചെയ്യണം. അപ്പോൾ 10 minus 5 minus 0.625, that is 4.375 watt. ഇനി നമുക്ക് അതിൻ്റെ എഫിഷ്യൻസി ടേമുകൾ പറയുകയാണ്. ഈറ്റ ഓവറാൾ, ദാറ്റ് ഈസ് POAC മൈനസ് P in DC. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറാണ്. ഔട്ട്പുട്ട് AC ആണല്ലോ. ഒരു ആംപ്ലിഫയർ നമുക്ക് AC ആണ് തരുന്നത്. DC ആണ് നമ്മൾ ബയസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ POAC ബൈ P in DC, ദാറ്റ് ഈസ് 0.6510, ദാറ്റ് ഈസ് ഇൻറ്റു 100 പേഴ്സൻ്റാക്കി പറയുമ്പോൾ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 6.25%. Then eta collector is equal to POAC by P transistor DC
that is 0.625 by 5 into 100%, that is equal to 12.5%. 12.5% എന്ന് വരും. Next question. For a Class A amplifier, VCC max is 25 volt. VCE, VCE max ആണ്. VCE max 25 volt. VCE minimum is 5 volt. VCC is 30 volt. Find the collector efficiency. Collector efficiency കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് നോക്കിയാൽ ഇറ്റ കളക്ടർ എഫിഷ്യൻസി കളക്ടറാണ്. ഇറ്റ ഓവറാൾ നമ്മൾ ഇറ്റ കളക്ടറല്ല, ഇറ്റ ഓവറാൾ കണ്ടുപിടിക്കുക. ഇറ്റ ഓവറാൾ കളക്ടറല്ല, ഇറ്റ ഓവറാൾ. നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ഫൈൻഡ് ഇറ്റ ഓവറാൾ കേട്ടോ. ഫൈൻഡ് ദി എഫിഷ്യൻസി ഓവറാൾ. ഫൈൻഡ് ദി കളക്ടർ എഫിഷ്യൻസി ഇല്ല, ഫൈൻഡ് ദി ഓവറാൾ എഫിഷ്യൻസിയാണ്. അപ്പോൾ ഓവറാൾ എഫിഷ്യൻസി ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇറ്റ ഓവറാൾ ഇസിക്കൽ 25. നമ്മളൊരു ഫോർമുല 25 വെച്ച് എഴുതിയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കാണിക്കുന്നില്ല, അങ്ങനെയാണെന്ന് ഓർത്തിരിക്കണം. കുറേ കാര്യങ്ങളൊക്കെ ഓർത്താലേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 25 into VCE max minus VCE minimum by BCC. That is 25 into 25 minus 5 by 30. 25 into 20 by 30. That is 50 by 3. 50 by 3. അവിടെ 10 വെട്ടിപ്പോയിട്ട് 50 by 3 എന്ന് വരും. 16.7. അത് ഈറ്റ കളക്ടറാണ്. സംഖ്യ ആയിട്ട് പറഞ്ഞിരിക്കുക കേട്ടോ. സംഖ്യ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കണം. അതാണ് ഈറ്റ ഓവറാൾ. അത് ആ വാല്യൂ എഴുതിയാൽ മതി. 25 into VCE max. പെർസെൻറ്റേജ് ആക്കണ്ട, ഈ സംഖ്യയുടെ കൊടുത്താൽ മതി. 16.7. That is all with your 39th class. Now we pass on to transformer coupled class amplifier. Next topic, transformer coupled class amplifier, the next class. Thank you very much.